പ്രതിരോധ രംഗത്ത് കരുത്തുകൂട്ടാൻ ഇന്ത്യ വീണ്ടും ഒരുപടി മുന്നിൽ കുതിച്ചിരിക്കുകയാണ്. പ്രതിരോധ ശക്തിയുടെ കാര്യത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യ തലയുയർത്തി തന്നെയാണ് നിൽക്കുന്നത്. രാജ്യസുരക്ഷ എന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനമാണ്. അതിർത്തി സുരക്ഷിതമാക്കി ജനങ്ങളുടെ കാവലായി കര, നാവിക, വ്യോമസേനകൾ സുസജ്ജമാണ്. ഇവർക്ക് കരുത്തു പകരാൻ പ്രതിരോധത്തിന്റെ തലപ്പത്തിരിക്കുന്നവർ നടത്തുന്ന പ്രവർത്തനങ്ങൾ എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ്. ഇപ്പോൾ ഇതാ അത്തരത്തിലൊരു ചുവടുവയ്പ് നടത്തിയിരിക്കുകയാണ് ഇന്ത്യ. പരിശോധിക്കാം വിശദമായി. നമസ്കാരം, ഞാൻ ആരതി. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ഡിഫൻസ് അക്വിസിഷൻ കൗൺസിലിന്റെ നിർണായക യോഗത്തിൽ സൈന്യത്തിനായി 79,000 കോടി വിലമതിക്കുന്ന ആധുനിക ആയുധങ്ങൾ വാങ്ങാനുള്ള അനുമതി നൽകിയിരിക്കുകയാണ് പ്രതിരോധ മന്ത്രാലയം. 3 സായുധ സേനകളുടെയും മേധാവികളും CDS ജനറൽ അനിൽ ചൗഹാനും പ്രതിരോധ സെക്രട്ടറിയും യോഗത്തിൽ പങ്കെടുത്തു. ആയുധങ്ങളും സൈനിക ഉപകരണങ്ങളും വേണമെന്ന ആവശ്യകത യോഗം അംഗീകരിച്ചു. മിസൈലുകൾ, റോക്കറ്റുകൾ, ഡ്രോണുകൾ എന്നിവയും വിവിധ വെടിക്കോപ്പുകളും സൈനിക ഉപകരണങ്ങളും വാങ്ങുന്നതിനാണ് പ്രതിരോധ മന്ത്രാലയം അംഗീകാരം നൽകിയത്. കരസേനയിൽ ആർട്ടിലറി റെജിമെന്റുകൾക്കുള്ള ലോയിറ്റർ മുനിഷൻ സിസ്റ്റം, അതായത് ശത്രു ലക്ഷ്യങ്ങളെ നശിപ്പിക്കാനുള്ള ഡ്രോൺ, ലോ ലെവൽ ലൈറ്റ് വെയ്റ്റ് റഡാറുകൾ, താഴ്ന്നു പറക്കുന്ന ചെറിയ ഡ്രോണുകളും മറ്റും കണ്ടെത്താൻ പിനാക മിസൈൽ സംവിധാനത്തിനുള്ള ദീർഘദൂര റോക്കറ്റ് ഘടകങ്ങൾ, ശത്രു ഡ്രോണുകളെ കണ്ടെത്താനും നശിപ്പിക്കാനുമുള്ള ഇന്റഗ്രേറ്റഡ് ഡ്രോൺ ഡിറ്റക്ഷൻ ആൻഡ് ഇന്റർസെപ്ഷൻ സിസ്റ്റം എന്നിവയാണ് ഇടപാടിലുള്ളത്. സൈന്യത്തിന്റെ പിനാക മൾട്ടി റോക്കറ്റ് ലോഞ്ചർ സിസ്റ്റത്തിന് ലോങ് റേഞ്ച് ഗൈഡഡ് റോക്കറ്റുകൾക്ക് അംഗീകാരം ലഭിച്ചു. ചെറിയ ശത്രു ഡ്രോണുകൾ കണ്ടെത്തുന്നതിന് ഭാരം കുറഞ്ഞ റഡാർ, അത്തരം ഡ്രോണുകളെ നിർവീര്യമാക്കുന്നതിന് തദ്ദേശീയമായി ഇന്റഗ്രേറ്റ് ഡ്രോൺ ഡിറ്റക്ഷൻ ആൻഡ് ഇന്റർഡിക്ഷൻ സിസ്റ്റം മാർക്ക് 2 എന്നിവ വാങ്ങാനും അനുമതി ലഭിച്ചു. വ്യോമസേനയ്ക്കായ സ്റ്റാർ മാർക്ക് 2 മിസൈലുകളും സ്പൈസ് 1000 ലോങ് റേഞ്ച് ഗൈഡഡ് കിറ്റുകളും വാങ്ങുന്നതിന് പ്രതിരോധ മന്ത്രാലയം അംഗീകാരം നൽകിയിട്ടുണ്ട്. വ്യോമസേനയുടെ സുഖോയ് ലൈറ്റ് കോമ്പാറ്റ് എയർക്രാഫ്റ്റ് തേജസുകളിൽ ആസ്ട്ര മിസൈൽ സജ്ജീകരിച്ചിരിക്കുന്നു. എല്ലാ കാലാവസ്ഥയിലും ടേക്ക് ഓഫുകളിലും ലാൻഡിങ്ങുകളിലും റെക്കോർഡ് ചെയ്യുന്നതിനുള്ള ഓട്ടോമാറ്റിക് ടേക്ക് ഓഫ് ലാൻഡിംഗ് റെക്കോർഡിംഗ് സിസ്റ്റം വാങ്ങുന്നതിനും അംഗീകാരം ലഭിച്ചു. കൂടാതെ LCA തേജസ് പൈലറ്റുമാരെ പരിശീലിപ്പിക്കുന്നതിനുള്ള AON-നും അംഗീകാരം ലഭിച്ചു. ഇന്ത്യ അമേരിക്കയുമായി 31 MQ-9 ഡ്രോണുകൾക്കായി കരാർ ഒപ്പുവച്ചിട്ടുണ്ട്. അതിൽ 15 എണ്ണം നാവികസേനയ്ക്കും ബാക്കി 8 എണ്ണം കരസേനയ്ക്കും വ്യോമസേനയ്ക്കും വേണ്ടിയുമാണ്. നാവികസേനയ്ക്കായി കപ്പലുകളുടെയും അന്തർവാഹിനികളുടെയും ബർത്തിങ്ങിന് ബൊല്ലാറ്റ് പുൾ ടഗുകൾ, ആശയവിനിമയത്തിനുള്ള ഹൈ ഫ്രീക്വൻസി സോഫ്റ്റ്വെയർ ഡിഫൈൻ റേഡിയോകൾ, മാൻപാക്ക് എന്നിവ വാങ്ങും. ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ നിരീക്ഷണത്തിനുള്ള ഹൈ ആൾട്ടിറ്റ്യൂഡ് ലോങ് റേഞ്ച് റിമോട്ട്ലി പൈലറ്റഡ് ഡ്രോണുകൾ പാട്ടത്തിനെടുക്കാനും അനുമതി നൽകിയിട്ടുണ്ട്. MI-17 ഹെലികോപ്റ്ററുകളുടെ നവീകരണം. മീഡിയം ലിഫ്റ്റ് ഹെലികോപ്റ്ററായ MI-17ന്റെ മധ്യകാല നവീകരണമായിരിക്കും ഇത് ഹെലികോപ്റ്ററുകളുടെ പ്രവർത്തന സന്നദ്ധതയും വിശ്വാസ്യതയും വർദ്ധിപ്പിക്കും. കാമിക്കാസെ ഡ്രോണുകൾ. ആധുനിക യുദ്ധാവശ്യങ്ങൾക്കായി ചാവേർ ഡ്രോണുകൾ വാങ്ങുന്നതിനുള്ള അംഗീകാരം. ഈ ഡ്രോണുകൾ അലഞ്ഞു തിരിയുകയും ശത്രു ലക്ഷ്യങ്ങൾ കൃത്യമായി ആക്രമണം നടത്തുകയും ചെയ്യുന്നു. MRS AM മിസൈലുകൾ. ഇന്ത്യൻ നാവികസേനയ്ക്കും വ്യോമസേനയ്ക്കും വേണ്ടി മീഡിയം ടു റേഞ്ച് സർഫസ് ടു എയർ മിസൈലുകൾ വാങ്ങും. ഇത് വ്യോമ സമുദ്ര പ്രതിരോധം ശക്തിപ്പെടുത്തും. ആസ്ട്ര മാർക്ക് 2 മെറ്റ്യോർ മിസൈലുകൾ. വ്യോമസേനയ്ക്കായി ധാരാളം ആസ്ട്ര മാർക്ക് 2 എയർ ടു എയർ മിസൈലുകൾ വികസിപ്പിക്കുകയും ഏറ്റെടുക്കുകയും ചെയ്യും. കൂടാതെ കുറച്ചെണ്ണം മെറ്റ്യോർ മിസൈലുകളും. സ്പൈസ് 1000 ബോംബുകൾ. ഇസ്രയേലിൽ നിന്ന് ധാരാളം സ്പൈസ് 1000 എയർ ടു ഗ്രൗണ്ട് ഗൈഡഡ് ബോംബുകൾ വാങ്ങുന്നതിനുള്ള ചർച്ചകളും നടന്നു. ഇവ വളരെ കൃത്യമായ സ്ട്രൈക്കുകൾ നൽകുന്നു. പിനാക റോക്കറ്റ് വികസനം. 120 കിലോമീറ്റർ ദൂരപരിധിയുള്ള ഒരു പുതിയ പിനാക റോക്കറ്റിന്റെ വികസനത്തിന് അംഗീകാരം ലഭിച്ചിട്ടുണ്ട്. പ്രധാനമായും നിലവിലുള്ള 45 കിലോമീറ്റർ 80 കിലോമീറ്റർ ദൂരപരിധിയുള്ള പിനാക ലോഞ്ചറുകളിൽ നിന്ന് ഇത് വിക്ഷേപിക്കാൻ കഴിയും. എയർ ടു എയർ റീഫ്യൂവലറുകളും AWACS ദീർഘദൂര വ്യോമ പ്രവർത്തനങ്ങൾക്ക് അത്യാവശ്യമായ ആകാശ ഇന്ധനം നിറയ്ക്കുന്ന ടാങ്കറുകളും വായുവിലൂടെയുള്ള മുന്നറിയിപ്പ് നിയന്ത്രണ സംവിധാനങ്ങളും വാങ്ങുന്നതിനുള്ള RFPയിൽ മാറ്റങ്ങൾ അംഗീകരിച്ചിട്ടുണ്ട്. സീ ഗാർഡിയൻ ഡ്രോൺ പാട്ടത്തിന്. US-ൽ നിന്ന് 2 MQ-9B ഹൈ ആൾട്ടിറ്റ്യൂഡ് ലോങ് എൻഡ്യൂറൻസ് സീ ഗാർഡിയൻ ഡ്രോണുകൾ 3 വർഷത്തേക്ക് പാട്ടത്തിന് നൽകുന്നതിനെക്കുറിച്ച് ഉടൻ തീരുമാനമെടുക്കും. 2028-ൽ ഡെലിവറി ആരംഭിക്കുന്ന തരത്തിൽ 31 ഡ്രോണുകൾ വാങ്ങുന്നതിനുള്ള കരാറിൽ ഇന്ത്യ ഇതിനകം ഒപ്പുവച്ചു. ഈ തീരുമാനങ്ങളുടെ പ്രാധാന്യം. ആധുനികവൽക്കരണം. പഴയ ടാങ്കുകൾക്കും ഹെലികോപ്റ്ററുകൾക്കും പുതുജീവൻ ലഭിക്കും. ആധുനിക യുദ്ധശേഷികൾ. ഡ്രോണുകൾ, അലിഞ്ഞുതിരിയുന്ന യുദ്ധോപകരണങ്ങൾ, ദീർഘദൂരം മിസൈലുകൾ എന്നിവ കൃത്യവും വേഗത്തിലുള്ളതുമായ ആക്രമണങ്ങൾക്ക് സാധ്യമാക്കുന്നു. സ്വദേശി ബൂസ്റ്റ്. T-19 ഓവർഹോൾ, പിനാക, ആസ്ട്ര തുടങ്ങിയ പദ്ധതികൾ സ്വാശ്രയ ഇന്ത്യയെ വളർത്തുന്നു. ദീർഘദൂര പവർ. ഇന്ധനം നിറയ്ക്കുന്ന മിസൈലുകൾ,
AWACS ദീർഘദൂര ആയുധങ്ങൾ എന്നിവ വ്യോമസേനയുടെ വ്യാപ്തി വർദ്ധിപ്പിക്കും. ഈ തീരുമാനങ്ങൾ ഇന്ത്യൻ സായുധ സേനയുടെ പോരാട്ട സന്നദ്ധത പുതിയ ഉയരങ്ങളിലേക്ക് ഉയർത്തുകയും അതിർത്തികളിൽ ശക്തമായ സന്ദേശം അയക്കുകയും ചെയ്യും. ഈ നിർദ്ദേശങ്ങൾ സുരക്ഷാ ക്യാബിനറ്റ് കമ്മിറ്റി അംഗീകരിച്ചതിന് ശേഷം കൂടുതൽ കരാറുകൾ നൽകും. പിനാക ദീർഘദൂര റോക്കറ്റ് പരീക്ഷണം വിജയം. DRDO വികസിപ്പിച്ച പിനാക ദീർഘദൂര ഗൈഡഡ് റോക്കറ്റിന്റെ ആദ്യ പരീക്ഷണം വിജയമായിരുന്നു. ഒഡീഷയിലെ ചന്ദിപ്പൂരിലുള്ള ഇന്റഗ്രേറ്റഡ് ടെസ്റ്റ് റേഞ്ചിൽ നടന്ന പരീക്ഷണത്തിൽ റോക്കറ്റ് ലക്ഷ്യം അതീവ കൃത്യതയോടെ ഭേദിച്ചു. 120 കിലോമീറ്റർ ദൂരപരിധിയുള്ള പിനാക സഞ്ചാരത്തിലെ എല്ലാ ഘട്ടങ്ങളും വിജയകരമായാണ് പൂർത്തിയാക്കിയത്. നിലവിൽ സേന ഉപയോഗിക്കുന്ന പിനാക ലോഞ്ചറിൽ നിന്നാണ് പുതിയ റോക്കറ്റും വിക്ഷേപിച്ചത്. ഒരേ ലോഞ്ചറിൽ നിന്ന് വ്യത്യസ്ത ദൂരപരിധിയുള്ള പിനാക റോക്കറ്റുകൾ വിക്ഷേപിക്കാൻ സാധിക്കുമെന്ന് ഇതോടെ തെളിഞ്ഞു.